ഓമനമ്മേ, എന്താ ചേ? ഗോപാലന്റെ മോള് പ്രസവമൊക്കെ കഴിഞ്ഞായിരുന്നാ? അതെനിക്കറിയത്തില്ല. നമ്മളോട്ട് വലിയ സഹകരണം ഒന്നുമില്ലല്ലോ. നമ്മൾ കളഞ്ഞിട്ട് വന്നില്ലേ അവരെയൊക്കെ. നമുക്ക് ഇത്തിരി പലഹാരമായിട്ട് അങ്ങോട്ടൊന്ന് പോയാലോ? എനിക്ക് വയ്യ. ഞാൻ അവരോട്ട് യാതൊരു സഹകരണം ഇല്ല. ഇച്ചേ വന്നെങ്കിൽ പോയിക്കോ. തെക്കേലെ അമ്പിളിനെ കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോവാം. ആ ശരി, എന്നാ പോയിട്ട് വാ. അമ്പിളിയുടെ വീട് വരെ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അമ്പിളിയേ, എന്തോ നീ അവ കൊച്ചിന്റെ പ്രസവത്തിന് പോണില്ലേടിയേ? ഞങ്ങളിപ്പോ ചേട്ടൻ വന്നിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റത്തില്ല. പശുവിന് പോച്ചൊക്കെ ഇറക്കാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോയി ആ കൊച്ചിനെയൊക്കെ ഒന്ന് കണ്ടാൽ അവർക്കൊരു സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ആ ശരി ശരി, ഉച്ചയ്ക്ക് പോയിട്ട് വാ. അയ്യോ എന്റെ ഭഗവാനെ, ഒന്ന് പോയിച്ചു വരാം. സുമതിയേ, എന്താ വെച്ചാൽ കുറെ നാളല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം? കൊച്ചിന് സുഖം തന്നെയാടിയേ? സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കെട്ടികളുമായിട്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കന്നി പേരാണ് നല്ലതുപോലെ നോക്കേണ്ടത് നമ്മള്. അങ്ങനെ ആഗ്രഹമുണ്ട് ചേച്ചി. നമ്മളെ കൊണ്ട് വല്ല നിവൃത്തിയുണ്ടോ? ചേട്ടനൊക്കെ പണിയില്ല, ഒന്നുമില്ല. ഞാൻ വീട്ടിലോട്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോവാ. ഇതെന്റെ പൊന്നമ്മ. മാവേലിക്കര വീട്. മാവേലിക്കര പൊന്നമ്മയല്ല. ഞാൻ പൊന്നമ്മ എന്ന് വിളിക്കുന്നില്ല, തുളസിയമ്മ. എന്റെ പേര് മാക്കൻകുഴി മനോഹരൻ. എന്റെ ഭാര്യ സൗദി നേഴ്സാണ്. അവള് 3 മാസം ലീവിന് നാട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇളക്കം. അമ്മയ്ക്കും ഗൾഫിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ മാവേലിക്കരല്ല, ഞങ്ങൾ സൗദിയിലൊരു റൂമിൽ കിടക്കുക. ഞങ്ങളെ പൂട്ടിയിട്ടിട്ട് അവളവിടെ ജോലിക്ക് പോയേക്കുവാ. ഈ അമ്മയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാം നാട്ടിൽ പോകണം, അവർക്ക് കൊതിയും ചുണഞ്ഞ് പറഞ്ഞിരിക്കാൻ ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ നിൽക്കുക. എന്റെ അമ്മ ഇവിടെ കിടന്ന് തീർത്തി വെച്ച് കഴിഞ്ഞാൽ പത്തിട്ട് പോ ഒരാഴ്ച ആള്. നിന്റെ പെണ്ണ് എന്തൊരു പെണ്ണാടാ! എന്ത് നമ്മളെ കൊണ്ട് ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നു. എന്നിട്ട് അവള് പുറകെ അങ്ങ് എല്ലാ ജോലിക്കും കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് അങ്ങ് പോവും. ഒറ്റയ്ക്കല്ലല്ലോ പോകുന്ന ഒരാളുണ്ട്. നാളെ എന്റെ അടുത്ത് പറയാ, നിനക്കും കൂടെ വെളിയിൽ പോകാൻ വേണ്ടി എന്റെ മോന് അവളെ കൊണ്ട് തരാന്ന്. എന്താ ആരെ കൊണ്ട് തരാന്ന്? ഒരു അച്ചാമ്മയെ തരാന്ന്, അവളെ കൂടെ പോണോന്ന്. അച്ചാമ്മ തന്നെ പറയുന്നത്. അമ്മ ഇവിടെ വെളിയിറങ്ങി അക്കാമ അക്കാമ എന്ന് പറഞ്ഞ ഐ ഡി കാർഡ്. ഇവിടെ ഐ ഡി കാർഡിൽ അച്ചാമ്മ എന്നാ പറയുന്നത്. എന്തരായാലും എനിക്കറിയത്തില്ലേ എടാ. വെളിയിൽ എവിടെയെങ്കിലും പോയി ഇത്തിരി മുറുക്കാൻ മേടിച്ചോണ്ട് വാടാ ചെറുക്കാ. മുറുക്കാനോ? ഈ നാട്ടിൽ മുറുക്കാനൊന്നും മുറുക്കാൻ പറ്റത്തില്ല അമ്മേ. മുറുക്കിയപ്പോ എന്താടോ കുഴപ്പം? വന്നന്ന് ഇവിടുത്തെ ജനലി കൂടെ താഴെ മുറുക്കി തുപ്പിതാ. താഴേക്കട വെള്ളയിട്ട് പോയാൽ അറബിയുടെ ദേഹത്ത് മുറുക്കാൻ തുപ്പിൽ വീണിട്ട് നന്ദനത്തിനകത്ത് ബാലാമണിന് കൂട്ടായിരുന്നിരുന്നത് പുള്ളി പെട്ടിട്ട്. അറിയാമോ? കാശോണ്ടാക്കി വെക്കല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, ഈ അമ്മ എങ്ങനെ സെക്യൂരിറ്റി ഗാർഡ് കാണാതെ ഈ മുറുക്കാൻ ഇവിടെ കൊണ്ടുവന്നത്? അതൊരു ട്രിക്കാണ്. എന്റെ ട്രിക്കായിരുന്നത്. ട്രിക്ക് എനിക്കറിയാം. വെറ്റയെടുത്ത് കരുത്തലങ്ങ് തൂക്കി താലിമാലയാന്ന് പറഞ്ഞോണ്ട്, ചുണ്ടാമ്പെടുത്ത് നെറ്റി തെച്ച് ഭസ്മാന്ന് പറഞ്ഞോണ്ട്, പാകൃതി ചെവിക്കേറ്റി ഹെഡ്സൈറ്റ് ആന്ന് പറഞ്ഞോണ്ട്, എന്നിട്ട് വടക്കം പോലെ എടുത്ത് മുടി പിരികിട്ട് തിരിപ്പിലാന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വന്നു. കൊള്ളാം, നിങ്ങൾ അടവ് കൊള്ളാം, അടവ് കൊള്ളാം. അമ്മച്ചിനെ എങ്ങനെയെങ്കിലും സൗദിയിൽ നാട്ടിലോട്ടൊന്ന് കൊണ്ടുപോടാ. അമ്മച്ചി അവളിപ്പോ 3 മാസം കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവൾ ഇല്ല കടവട്ടാക്കിട്ട് അങ്ങിട്ടുണ്ട്. നമ്മുടെ ഇളക്കമല്ലായിരുന്നു ഗൾഫിൽ വരണം പറഞ്ഞോണ്ട്. ഞാൻ മനോഹര ഒരു കാര്യം പറയാം. എന്നെ ഇവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഉള്ള ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറടുത്തൊക്കെ ചെന്ന് പരാതി പറയാറിയാവോ? അമ്മ ഇവിടെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തൊന്നും ഇല്ല. ഈ സൗദിയിൽ വാർഡൊന്നും ഇല്ലേ? ഇപ്പം ഇവിടെ എങ്ങനെ വാർഡ് തിരിക്കുന്നത്? മൊത്തം മരുഭൂമിയില്ലേ. കുറ്റിയടിച്ച് നാട്ടിൽ കെച്ചു കഴിഞ്ഞാൽ കാറ്റടിച്ച് മൊത്തം നിരക്കും. അതുകൊണ്ട് ഇവിടെ വാർഡ് തിരിക്കാൻ പറ്റത്തില്ല അമ്മ. ഇവിടെ ആരും ഇല്ല, പഞ്ചായത്ത് മെമ്പറും ഇല്ല. ഇവിടെ രാജഭരണമാ. അങ്ങനെയാണെങ്കിൽ ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഞാൻ വിളിച്ച് ഞാൻ കാര്യം പറയും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ ഇപ്പോഴത്തെ? വി.ഡി. രാജപ്പൻ സാറ്. വി.ഡി. രാജപ്പൻ സാറല്ല, വി.ഡി. സതീശൻ സാറ്. നിങ്ങൾ എങ്ങനെ വിളിച്ചു പറയാം അവരോട്? ഞാൻ വിളിച്ചു പറയും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടിൽ ഒരു അറബികളുണ്ടല്ലോ, അറബികളടുത്ത് ഞാൻ ചെന്ന് പറയൂടാ. അമ്മ അറബി പോയി സംസാരിക്കുമോ? അറബി സംസാരിക്കുമോ? അതെനിക്ക് അറിഞ്ഞൂടാ. അത് എങ്ങനെയാടാ? അത് എങ്ങനെയാന്ന് അറബി ഭാഷ എഴുതി വെച്ച് കാണിച്ചപ്പോൾ പറയാം അറിയാൻ മേത്ത പെണ്ണുങ്ങൾ മിച്ചറുണ്ടാക്കി വെച്ചേക്കാന്ന് പറഞ്ഞത് അള്ളയായതല്ല. എനിക്ക് എങ്ങനെ ഒരു അറബ് പറഞ്ഞു കേട്ടാ. ഇത് എങ്ങനെയാണ് അറബി പറയണമെന്നുണ്ടെങ്കിൽ അറബി പറയണമെങ്കിൽ ആദ്യം അല്ലി ചേർത്ത് പറയണം. ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അറബി പറയുന്നത് എനിക്കും അറിയത്തില്ല. അപ്പൊ മറ്റേ ചെറുക്കിന് ഉള്ളതാണ് ഈ അല്ലു അർജുനൻ. കാര്യം പറഞ്ഞേക്കാം, നെറ്റിക്കത്തെ പൊട്ട അസ്തമിക്കാറായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. പറയുന്നില്ലേ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യടാ. എന്താ? ഞാൻ ഒറ്റയ്ക്ക് ഓടി വിമാനത്തിൽ കയറി പോകും. നെടുമ്പാശ്ശേരി വിമാനം ഉയർന്നപ്പോ പെണ്ണിനോട് പറയുവാ, ആലുവ മണപ്പുറത്തൂടെ അതിന് താത്ത് കയറട്ടെ, പഞ്ചിക്കകത്ത് പൈസ ഇടാനെന്ന് പറഞ്ഞ് ഈ അമ്മ പറഞ്ഞു വിമാനത്തിൽ എങ്ങനെ പോകും നിങ്ങൾ? നമ്മളെ രാജ്യം, നമ്മളെ കുടുംബക്കാരെല്ലാം വിമാനത്തിലും എല്ലാ കാര്യങ്ങളിലും പോയിട്ടുള്ളവര് തന്നെ. എന്റെ അപ്പൂപ്പൻ പണ്ട് പോർച്ചുഗലുകാർ കേരളത്തിൽ വന്നപ്പം തിരിച്ച് പോർച്ചുഗലിലോട്ട് അപ്പൂപ്പനെ കൊണ്ടുപോയി. ഉണക്കച്ചുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയായിരിക്കും നിങ്ങളുടെ അപ്പൂപ്പനെ. ഉണക്കച്ചുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊടിച്ച് കവറിനകത്തേക്ക് തിരിച്ചു വിട്ടാനാണ് ചുക്ക് പിടിക്കാട്ട്. പറയോടാ, എന്റെ അമ്മാവൻ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുപോയി. തിരിച്ചിറങ്ങി വന്നപ്പോ നീ കാണണമായിരുന്നു, വെളുത്തു തുടുത്താടായിരുന്നത്. കാലാവസ്ഥയുടെ മാറ്റമാ. അങ്ങനെയുള്ള കുടുംബം ഞങ്ങളുടെ. ആ കാലാവസ്ഥയുടെ മാറ്റം ബ്രിട്ടീഷുകാരുടെ കുന്നായ്മ വർത്തളം കാണിച്ചപ്പോൾ ഇവര് കൊണ്ടുപോയിട്ട് തൊലി ഉരിച്ച് വിട്ടതാ നിങ്ങളുടെ അൽത്താഫിനെ, അല്ല നിങ്ങളുടെ അമ്മാവിനെ. എനിക്കിത് കേൾക്കട്ടെ, എനിക്കിത് കേൾക്കട്ടെ. ഇത് കേൾക്കാൻ വേണ്ടി തന്നെ അവൻ കല്യാണം കഴിച്ച് പെണ്ണിനെ കുടുംബത്തെ കൊണ്ട് എന്നെ സൗദി അവളെക്കാണ് ഇപ്പൊ കയറി വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ രണ്ടിനും ഇവിടുന്ന് ഇറക്കി വിടും. എനിക്ക് ഇപ്പൊ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ച് അകത്ത് ഇടിക്കും നിങ്ങളെ. അറിയ പോലീസ് തന്നെ മൂക്കി കയറ്റുവല്ല. അവള് വരും.
ഇത് പോക്കാടാ ഇപ്പൊ അവള് കയറി പോയത്. എന്താ പോക്ക്? ഞാനും നീ തൂണ് കണക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്താ ആര് പറഞ്ഞു അവള് നമ്മളെ നോക്കി ചിരിച്ചാന്നല്ലേ? എന്നെ നോക്കി ചിരിച്ചിട്ടാന്നല്ലേ പോയെ? ഞാൻ കണ്ടില്ലല്ലോ. എന്താ അവള് നോക്കിയപ്പോ അമ്മ കാണിച്ചില്ല, പിന്നെ ഞങ്ങളുടെ അമ്മ കാണുന്നത്. അവള് കളിക്കുന്നേ എന്താ ഉണ്ട് രാവിലെ അമ്മയും മോനും എന്താ പറയുന്നത്? സുഖമായിട്ട് നല്ലതാ. ഞങ്ങൾ ഓ നല്ല തെളിച്ചോണല്ലോ ഇന്ന്. ഇന്നിറങ്ങി പോവല്ലോ ചെയ്തോ? ഇന്ന് പോയില്ല. ഇന്ന് അപ്പുറത്തെ വീട്ടുകാരുടെ പോയി പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല, ഇവർക്ക് മനസ്സിലായില്ല, എനിക്ക് പോകുന്നു. സൂക്ഷിച്ചു കണ്ട് വേണം ഇവിടുത്തെ ഉള്ള ആൾക്കാരോട് ഇടപഴകാൻ കേട്ടോ. നമ്മുടെ നാട് പോലല്ല എന്ന് ആലോചിച്ചോണം. എന്നാലും അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോകും. ഏത് പാർട്ടിക്കാ വോട്ട് കൂട്ടാൻ പോകുന്നത്? എന്താ വോട്ടിങ്ങിന് പോണെന്ന് പറഞ്ഞു? വോട്ടിങ്ങിനല്ല, ഔട്ടിങ് കറങ്ങാൻ പോകുന്നുണ്ട് ഇന്ന്. ഇന്നലത്തെ പോലെ ഞാൻ വരുന്നില്ലടാ. എനിക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റി പിടിക്കത്തില്ല. 2 ദിവസം കക്കൂസിയിരുന്ന ഏത് എന്തൊരു സഞ്ചിക്കൂട്ടൻ, അങ്ങനെ എന്തോ ഒരു സാധനം. സഞ്ചിക്കുട്ടനോ? മറ്റേ ബ്രെഡിനകത്ത് മറ്റേ വൈക്കോലൊക്കെ കയറ്റി തരുന്ന സാധനം. സാൻഡ്വിച്ച് ആണോ ഉദ്ദേശിച്ചത്? സാൻഡ്വിച്ച് ഒന്നല്ല, ഇന്ന് വേറെ ആഹാരം വാങ്ങിച്ചാൽ. അങ്ങനാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വേഷം പറയാൻ നമുക്ക് ഇറങ്ങിയാലോ? അമ്മ വേഷം മാറും, നമുക്ക് പോവാം. ഇതിനെന്ത് കുഴപ്പം? ഇതിട്ടോണ്ട് വരാനോ? ഈ വർഷത്തെ എന്ത് കുഴപ്പം? അമ്മ ഇതൊന്നും ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിട്ടോണ്ട് അങ്ങനെ വെളിയിൽ ഇറങ്ങുന്നത്? ആറ്റുകാലമ്പലം, ഗണപതി അമ്പലം, മുണ്ടോടിക്കര അമ്പലം, ചട്ടോടത്ത് അമ്പലം, തക്കളത്ത് അമ്പലം, മലയാമട അമ്പലം, എല്ലാ അമ്പലങ്ങളിലും അമ്മച്ചി ഇതിനെ ഇട്ടോണ്ട് പോയിട്ടുള്ളത്. അമ്മ അവിടുത്തെ കൾച്ചർ വേറെ, ഇവിടുത്തെ കൾച്ചർ വേറെ. ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം മാറ്റ. ഇതൊന്നും വേണ്ട, ഇതെല്ലാം മാറ്റ്. ചുരിദാർ എടുത്തോട്ടോ, ചുരിദാർ ഇട്ടത് കാക്കണം. വിമാനത്തിൽ കയറി ചുരിദാർ ഇട്ടത് എങ്ങനെ കയറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിമാനത്തിനകത്തിരുന്ന് എന്റെ അമ്മോ പുകച്ചില്. ഇവിടെ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി കയറി കടക്കാൻ കെട്ടങ്ങ് മുറുകിപ്പോയി. അവസാനം വള്ളി പൊട്ടിക്കാൻ വേണ്ടി പൂട്ടിലിട്ടാണ് ഞാൻ ഉരച്ചു. ഈ അമ്മ എന്തിനാ ഈ തൊട്ടതിന് പിടിച്ചത്? എന്താ ഇത്ര ദേഷ്യം കാലത്ത്? അമ്മക്ക് നാട്ടിൽ പോകണമെന്ന്. നാട്ടിൽ പോണോന്ന്? ഞാൻ അവിടെ ലീവിന് വന്നപ്പോ അമ്മ എന്തോ പറഞ്ഞത്? എന്നെയും കൂടെ കൊണ്ടുപോകണം. ലളിതയോടും അമ്പളിയോടും ഒക്കെ നിന്ന് നുണ പറയാനല്ലായിരുന്നു. ഇവിടെ വന്ന് ഗൾഫിൽ വന്ന് സൂചിച്ചെന്ന് പറയാനല്ലേ അമ്മ എങ്ങനെ പറഞ്ഞത്? എനിക്ക് ഇവിടുന്ന് പുളുങ്കുരു അല്ലെങ്കിൽ കുലുക്കി ഇടുന്ന മരമൊന്നും ഇല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഇപ്പൊ തോന്നുമ്പോ വന്നിട്ടൊന്നും ഇരുന്ന പോലും ഇല്ല. അമ്മ എനിക്കറിയാം, കുറച്ചും കൂടെ അങ്ങ് ഡ്യൂട്ടി അവിടെ ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് ഇരിക്കണമെന്നാണ് സോഫ സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചുണ്ടും കൊണ്ട് കയറി ഇരിക്കും. മനോഹരേട്ടാ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അങ്ങനെ ഇട്ട പൊട്ടെന്ന് പറഞ്ഞ് പോകാനും വരാനൊന്നും പറ്റത്തില്ല. ഫ്ലൈറ്റിനൊക്കെ പൈസ കൂടുതലാ. വെള്ളം കുടിക്കാൻ തോന്നിയല്ലോ. ചായട്ടുണ്ടോ? ചായ പാലൊഴിച്ച ചായ വേണം. അതുപോലെ കുഞ്ഞ് സഞ്ചി ഇടുന്ന ചായ വേണം. കുഞ്ഞു സഞ്ചിയോ? കുഞ്ഞ് സഞ്ചി ഇങ്ങനെ വെള്ളത്തിൽ. എന്റെ ദൈവമേ, ഗ്രീൻ ടീ ഞാൻ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും അറിയത്തില്ല. നാട്ടിൽ കൊണ്ട് നമ്മുടെ കൊടുത്ത് അമ്മ അരിക്കിച്ചാന്ന് പറഞ്ഞ എല്ലാവർക്കും എടുത്ത് കൊടുത്തു. എന്തെങ്കിലും തിളപ്പിച്ചോണ്ട് വാ, ചെല്ലി പോ. ഞാനും വരാം. എപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നണില്ല. ഇത് നടക്കൂല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ അവളെ അവനെ ഒന്നങ്ങ് തെറ്റിക്കണം. അതിനുള്ള പരിപാടിയും ഐഡിയ ഒക്കെ ഈ മാവേലിക്കുന്ന തുളസിയുടെ കയ്യിലുണ്ട്. എനിക്കൊന്നും വേണ്ട. ചായ മുക്കുമ്പോ പറ്റിക്കണം പ്രകാരം. എന്തോ അമ്മ ഈ മുഖം ഒന്ന് തെളിക്കാമേ? എന്തോ മുഖം അമ്മ ഇത്? എന്തോ വിഷമം? എന്തുവാ? നാട്ടിൽ പോണോന്ന് അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ബോറടിക്കുന്നു, കരച്ചിൽ വരുന്നു. ആദ്യം ഇങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് നിങ്ങളെയൊക്കെ പിരിഞ്ഞ് ഇവിടെ വന്നപ്പം എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ശീലമായിക്കോളും. നിനക്ക് ശീലമാവും, എനിക്ക് നിനക്ക് എന്റെ കരച്ചിലും കാണാം. സന്തോഷമാവൂല്ലോ. എന്തോ പറയുന്നത്? ഒന്ന് കുനിഞ്ഞേടാ. ഇത്ര വർഷമായിട്ട് ഞാൻ കുഞ്ഞിന് അമ്മ കണ്ടിട്ട് നീ ഒന്ന് കുനി. കുനിഞ്ഞുണ്ട്. എന്തോ അമ്മ അങ്ങനെ പറയാനാ? അങ്ങനെ പറഞ്ഞു എന്തോ അമ്മ? ഒരു കാര്യം ചെയ്യും, ചുരിദാർ ഊരി അവനും കൊടുത്തിട്ട് നിന്റെ മുണ്ടും ടീഷർട്ടും ഒക്കെ ഓർറ. എനിക്ക് ചേരത്തില്ല അത്. അതിന് ഞാൻ തന്നെ ഇവിടെ ചുരിദാർ എടുത്തത്. അത് ശരിയാന്നല്ലോ. എടാ, നിന്റെ അച്ഛൻ എന്നെ താലി കെട്ടിയതിന് ശേഷം ഇത്രയും നാളും ജീവിച്ചു. ഒരു ജോലി നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. ആ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ. ഇപ്പൊ ഈക്വാലിറ്റി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുക ചെയ്യല്ലേ? അച്ഛനാണ് നീ കളിക്കില്ലേ? അച്ഛനെ കൊണ്ട് അമ്മ ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല. അച്ഛൻ തിന്ന പ്ലേറ്റ് എടുക്കാത്തന്നെ ആ പ്ലേറ്റ് എടുത്ത് അച്ഛന്റെ തലക്കടിച്ച് അത് ചരുവാക്കിട്ട് അതിനകത്ത് മീൻകറി ഉണ്ടാക്കി കൊടുത്തില്ല അമ്മ. അതെന്താന്നറിയോ? നിന്റെ അച്ഛൻ ചോറ് ഇന്നിപ്പോ ചോറ് നെറുകെ കയറിയപ്പോ ഞാൻ അടിച്ചതാടാ. നെറുകെ പ്ലേറ്റ് അല്ല അടിക്കുന്നത്, കൈ കൊണ്ട് വേണം അവരുടെ അടിക്കാനും കൊണ്ട്. എന്നിട്ട് വേണം ഞാൻ കൈ കൊണ്ട് നെറുകൻ തയ്യൽ കുറച്ച് കൊന്നെന്ന് പറയാൻ. നിനക്കറിയോ, നിന്റെ അച്ഛൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയ കാല് തൊട്ട് തൊഴുവും. തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോഴും കാല് തൊട്ട് തൊഴുവേടാ. അത് കാല് തൊട്ട് വരുന്നതല്ല, എങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഇവർക്ക് ചെരുപ്പില്ല. അച്ഛന്റെ ചെരുപ്പ് അച്ഛൻ കാണാതെ വലിച്ചെടുത്തോണ്ട് പോകും. തിരിച്ചു വന്നിട്ട് അച്ഛൻ കാണാതെ കാലം കയറ്റിയിരുന്ന പരിപാടിയാ. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാ? ഇപ്പൊ പറയണ കേൾക്കുന്നുണ്ടാ? നിനക്കറിയോ എടി കൊച്ചേ, നിങ്ങളുടെ അച്ഛൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ നെഞ്ചിനകത്ത് തീയ. ഞങ്ങളെ വീട്ടിലെ സ്വിച്ചിട്ടാ കത്തുന്ന വിളക്കില്ല. സ്വിച്ചിട്ടകത്താ വിളക്കല്ല, ബൾബ്. അതങ്ങനെ ബൾബ് എന്ന് പറയുമ്പോൾ വായിന്ന് വലിയൊരു ബൾബ് വരുമല്ലോ കേട്ടോ. കറണ്ട് എന്ന് പറയണം. ഞങ്ങളുടെ കറണ്ട് എങ്ങനെ വരും? എങ്ങനെ കറണ്ട് കിട്ടാനാടി? നമ്മുടെ വീടിന്റെ വഴി ലൈൻ എടുത്തപ്പോ ഇവര് സമ്മതിച്ചില്ലേ? എങ്ങനെ സമ്മതിക്കും? അപ്പുറത്തെ വീട്ടിലെ ശിവാനന്ദന് കറണ്ടിന്റെ പരിപാടി വന്നു. പോസ്റ്റിടാൻ വന്നപ്പോ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയാണ്, തുളസിയമ്മേ കറണ്ട് വന്നിരുന്നുണ്ട്. അതിനു മുമ്പായി തുളസിയമ്മ കൺസെന്റ് നൽകണോന്ന്. അതിനെന്താ? അത് നല്ല കാര്യമല്ലേ? അത്
14 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചു. ഇത്രയും നാളും ഞാൻ കൺസെന്റ് ഇല്ല. എന്റെ പൊന്നമ്മ, അത് ലൈൻ വലിക്കാനാണെന്ന്. എനിക്കറിയാം അത് ലൈൻ വലിക്കാൻ വന്നതാണെന്ന്. പണ്ട് വിളക്കില്ലാത്ത കാലത്ത് ഞങ്ങളുടെ അച്ഛൻ മണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 8 മണിയായപ്പോൾ ഒരു വിളക്കം കത്തിച്ച് തലയിൽ ഒരു തുണി പിടിച്ച് നിന്ന യക്ഷിയാന്ന് പറഞ്ഞിട്ട് ഇവരെ കണ്ടിട്ട് ഓടിയതാ ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ ആസാമിലുണ്ട്. ആസാമി ജീവിക്കാം. അങ്ങനെ നിന്റെ അച്ഛൻ പോയെങ്കിൽ എന്താ? ഇത്രയും നാൾ നിന്നെ ഞാൻ പഠിപ്പിച്ച് ഇത്ര ആക്കിയില്ലടാ. എങ്ങനെ പഠിപ്പിച്ചു? മണ്ണെണ്ണ വിളക്കിന്റെ ചുറ്റിയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് മൂക്കിനകത്ത് കൈ കയറി ഇഞ്ഞിരുന്നപ്പോ ഇവരെന്ന് പറയാം എന്റെ മോനല്ല ഇറങ്ങിപ്പാ അറിയാമോ? ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ നടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നമ്മ അടുത്തൊക്കെ ആൾക്കാരുണ്ട് കംപ്ലൈന്റ് കൊടുക്കും, കേസാവും. അത് പിന്നെ വലിയ നൂലാമലയോ. ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. പോലീസ് എനിക്ക് പേടി. എന്റെ നാട്ടിലൊരു 10 ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയില്ലെങ്കിൽ ഈ തുളസിയമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. ഓരോരോ കേസുകൾ ഞാൻ ഉണ്ടാക്കും. അവസാനം പോലീസുകാർ പറഞ്ഞു, തുളസിയമ്മ ഈ പോലീസ് സ്റ്റേഷൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചോ, എന്തിനും ഇപ്പോഴും ഇങ്ങോട്ടും വരണ്ടാന്ന്. എനിക്ക് പേടിച്ച് എനിക്കിതിന്റെ അറബി പോലീസ് അറബി പിടിച്ച് നിങ്ങൾ നാക്ക് പിടിച്ചെടുക്കും. ഞാൻ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അമ്മ മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് തുടങ്ങിയതാ. അമ്മയ്ക്ക് വേറെ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് കെട്ടിക്കണമെന്ന് വല്ല ഉണ്ടായിരുന്നോ? ഞാനങ്ങ് ചോദിക്കുമോ? ഞാനങ്ങ് സംഭവം ഒന്നും ഉണ്ടായിരുന്നു. അത് ശരിയാവൂല. ഞാൻ ഇനി ഒന്നും ഓ ഞാൻ ഇനി വല്ലതും പറഞ്ഞിട്ട് വേണം നിനക്ക്. എന്റെ മാമന്റെ മോളുണ്ട് ഗീത. അവക്ക് കല്യാണമൊന്നും കഴിഞ്ഞില്ല. ഇന്നാളെ എന്നെ കണ്ട് അമ്മാവിന്നൊരു നീട്ടി വിളി. 100 നാവാ വിളിക്കും. അവക്ക് 100 നാക്കുണ്ടെങ്കിൽ അവളെ ഒറ്റയ്ക്ക് സംഘകാരം പാടാറെക്കൊണ്ട്. അത് മാത്രമല്ല അവളെ കാര്യം പറഞ്ഞമ്മ മറ്റേ പറയട്ടെ. എന്താ പറയട്ടെ? എന്തുവാ? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അമ്പലത്തിന്റെ കുളക്കടവിലെ പടിയിലിരുന്നിട്ട് അവർ രണ്ടുകൂടി പാട്ട് പാടുമായിരുന്നു. എനിക്കറിയത്തില്ല. പറഞ്ഞാട്ടാ ഞാൻ വെള്ളപ്പാട്ടി കുഴപ്പമുണ്ടോ? ഇവിടെ കേൾക്കാൻ വേണ്ടി പാടും. ഞാൻ പാടാം. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പിന്നോളങ്ങളിൽ മിരിയുറക്കിയ സിന്ദൂരം അവരിരുപേരും മറ്റതും മറിച്ചതും ചെയ്തു ആ അമ്പലക്കൽപ്പടവിൽ. അവരിരുപേരും അത്രയുള്ളൂ. അല്ല, അവരിരുപേരും ഇവർക്ക് വരി അറിയാത്തോണ്ട് പറഞ്ഞു പിടിപ്പിച്ചാണ്. പറയിക്കരുത് മനോഹരേട്ട. എന്ത് പറഞ്ഞത്? പിന്നെ എന്തിനാ ഞാൻ ലീവിന് വന്നപ്പോ എന്നെ കയ്യും കലാശവും കാണിച്ച് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്തിനാന്ന് പറ. സത്യം പറഞ്ഞ പണ്ടക്കാട് കണ്ട് ഇവര് പറഞ്ഞു വെച്ചതാ. ഞാൻ നിന്റെ വീട്ടിൽ പെയിന്റിങ്ങിന് വന്നപ്പോ ഞാൻ ബ്രഷ് ചേർത്ത് കുടഞ്ഞപ്പോ നീ എന്റെ കൂടെ വന്നില്ലേ, ഞാൻ വിളിച്ചാന്ന് പറഞ്ഞോണ്ട്. എനിക്കത് നീ അല്ലാതെ ആരുമില്ലടി. നീയല്ലേ എനിക്കെല്ലാം ചെയ്തു ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടാ. ഇവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വെളിയിൽ പോലും പോകത്തില്ല. നീ ഇപ്പോഴും അവളെ പോയി കാണാൻ പോയിട്ടാ? ഞാൻ പോയിട്ടില്ല. നീ എങ്ങനെ ഇവരെ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് എങ്ങനെ പോകും? നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നപ്പോ ഗ്യാസിന്റെ പൈപ്പ് എടുത്ത് കത്തിച്ച് കടക്കാപ്പി അരച്ച് ഇവരെ ഫ്രിഡ്ജ് തുറന്നിട്ട് അപ്പുറത്തെ പിള്ളേരെ വിളിച്ചിട്ട് പറയാം കാശ്മീർ കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം നാശം കാണിക്കുന്നത് ഈ തള്ള. ഇവരെ ഇട്ടിട്ട് ഞാൻ എങ്ങും വെളിയിൽ പോകുന്നില്ല. കാടിഞ്ഞിടയ്ക്ക് ഈ കെയറൊക്കെ തീർന്നു. നമ്മളവിടെ ഉപയോഗിക്കാത്ത ഫ്ലക്സ് സ്വിച്ച് ഇല്ലയോ, അതിനകത്ത് വേട്ടാവളയും കൂട് കൂട്ടിയിരിക്കുമായിരുന്നു. അതിനകത്ത് ചെവിത്തോട്ടിട്ട് മാന്തി ഇവരെ കറണ്ട് അടിച്ചു. ഇവർ പറയാം അത് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേ പൂ കുത്തി ഇപ്പൊ പൂജ ചെയ്യുവായി പുള്ളിക്കാരൻ. കെയറങ്ങ് തീർന്നു. അതുകൊണ്ട് ഈ അമ്മ ഇട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. നാശം മാത്രമേ കാണിക്കുന്നു. നീ നിന്റെ പെണ്ണിനെ കൊണ്ട് ഈ പേർഷ കൊണ്ട് നിർത്തിയിട്ട് നീ എത്ര നാശോ? ഞാൻ നാശോ? എനിക്ക് പോണം. എനിക്ക് പോണം പറഞ്ഞാൽ പോണം. എനിക്ക് പോണം. ഞാൻ എന്താ വേണമെന്ന് പറ. നീ ഒരു കാര്യം ചെയ്യ്. നീ നാളെ തന്നെ ടിക്കറ്റ് എടുത്താ ഞാൻ ഇവരെ കൊണ്ട് നാട്ടിൽ പോയിക്കോളാം. ചേട്ടനും പോവും. ഞാനും പോയി ഇവരെ കൊണ്ടുപോവാം. നിങ്ങൾ രണ്ടുപേരും പോവും. പോയിക്കോ. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. ഇത്രയും ദിവസം വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ. ഈ മുറിക്കകത്ത് കുടിച്ചും ആഹാരം കഴിച്ചിട്ടും സുഖമായിട്ട് ജീവിച്ചിട്ട് ഇവർക്കൂടെ നിൽക്കാൻ വയ്യ. നാട്ടിൽ നിങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്നെ പോലുള്ള പ്രവാസികൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാവോ? ശമ്പളം അയച്ചു തരുമ്പോൾ അത് താമസിച്ചാല് അല്ലെ ഒരു ദിവസം വൈകി പോയാല് ഇച്ചിരി എണ്ണം കുറഞ്ഞാല് അതടച്ചില്ല ഇതടച്ചില്ല ലോൺ അടച്ചില്ല മറ്റേ അടച്ചില്ല ഇന്ന് പറഞ്ഞിട്ട് താളം തെറ്റിന്ന് പറഞ്ഞ് നിങ്ങൾ പറയുമല്ലോ. ഞാൻ ഇത്രയും ദിവസം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ വിശ്രമമില്ലാതെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ സമയം ഞാൻ ചെലവാക്കിയിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട. പിന്നെ ലീവ് എടുത്ത് നാട്ടിൽ വരുമ്പോൾ ഇത്തിരി സെന്റും പൂശി നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം ഓരോ സാധനങ്ങൾ ഉണ്ടെന്ന് കൊടുക്കുമ്പോൾ അടക്കം പറച്ചില്ല അവക്കല്ലേ അവിടെ സുഖമല്ലേന്ന്. ഇത്രയും എന്നിട്ട് എന്നാ പോകണ്ടെന്ന് എന്നാ നിങ്ങൾ പോകുന്നതെന്ന് മാത്രം ആദ്യം അറിഞ്ഞാൽ മതി. അമ്മയും ചേട്ടനും ഒക്കെ ഇതുവരെ എനിക്കിവിടെ സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്. എനിക്കൊരു ജോലി ഒപ്പിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കാം. അമ്മ പോവാന്നേ പോട്ടെ. സത്യം അമ്മ പോവാണെ പൊക്കോ. ഞാൻ ചേട്ടനോട് ഒന്ന് ജോലി ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ ഞാനും പോണില്ല. ഞാൻ ഇവിടെ നിന്നോളാം. പക്ഷെ എനിക്ക് ഒരു 6 അറബി പെണ്ണുങ്ങളെ വേണം. എന്തിന്? അച്ചാർ കമ്പനി തുടങ്ങാനാണ്? അല്ല, ഈ കുടുംബശ്രീ അതുപോലുള്ള സംരംഭങ്ങൾ വല്ലതും തുടങ്ങാനായിരിക്കും. അതല്ല, എനിക്ക് സമയം പോകുമ്പം കൊതിയും നുണയും പറയാനും പിന്നെ എന്റെ വായിൽ നിറച്ചു വരുമ്പോ എന്തെങ്കിലും പറയാനും എനിക്ക് കുറെ അറബി പെണ്ണുങ്ങളെ വേണോട്ടോ മോനെ. എനിക്ക് നിർബന്ധമാണോ? അതെ. അങ്ങനെ ഞാൻ രാധേൻ രമണിയൊക്കെ ഞാൻ ബിസി അടിച്ചിട്ട് കൊണ്ടുവരട്ടെ. അത് നല്ലതാ. പൈസ